പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുകയും ലാഭകരമാക്കുകയും വേണമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. KMML സിംഗിൾ ഗാർഡ് പ്രീ സ്ട്രെസ് കോൺക്രീറ്റ് നടപ്പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KMML MS യൂണിറ്റിന് മുന്നിൽ കോവിൽത്തോട്ടം ഭാഗത്ത് TS കനാലിന് കുറുകെയാണ് നടപ്പാലം. ദേശീയ ജലപാത വികസനത്തിന് അനുയോജ്യമായ പുതിയ സാങ്കേതിക വിദ്യയിലാണ് പാലത്തിന്റെ നിർമ്മാണം. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ അനുമതിയോടെ കൊച്ചിയിലെ FSTയുടെ ഡിസൈനിംഗ് വിംഗ് ഫോഡോ ആണ് നടപ്പാലം രൂപകൽപ്പന ചെയ്തത്. KMML മിനറൽ സെപ്പറേഷൻ യൂണിറ്റിലെ സിവിൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 5.07 കോടി രൂപ ചെലവഴിച്ച് 45 മീറ്റർ നീളത്തിൽ പാലം നിർമ്മിച്ചു. കേരളത്തിലെ ആദ്യ സിംഗിൾ ഗാർഡൻ പെരിസ്ട്രൈസ്ഡ് കോൺക്രീറ്റ് നടപ്പാലമാണിതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. സാധ്യമാകുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നാണ് KMML സ്വീകരിച്ചിട്ടുള്ള രീതി. ഇപ്പോൾ കോവിൽത്തോട്ടം യഥാർത്ഥത്തിൽ ദീർഘകാലമായി കുരുങ്ങിക്കിടന്നൊരു പ്രശ്നമായിരുന്നു. ഇവിടുത്തെ മൈനിങ് ജോലിയുടെ പ്രശ്നം. 2006 ശ്രീ എളമരം വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പാക്കേജ് ഉണ്ടാക്കി. ഷിബു ബേബി ജോൺ മന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയ്ക്ക് നോക്കി. എന്നാൽ മൈനിങ് നടന്നിരുന്നുമില്ല, കാര്യങ്ങൾ വേണ്ടത്ര പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ സുജിത്ത് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന ആവശ്യം ഞങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. എല്ലാവരുമായി ചർച്ച നടത്തി. ആ ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു. KMML നേരിട്ടുള്ള കരാർ ജീവനക്കാർക്ക് 2 തൊഴിൽ ദിനങ്ങൾ കൂടി വർദ്ധിപ്പിക്കും. തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ദേശീയപാത വികസനത്തിന് ഗതാഗത യോഗ്യമായ പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റേണ്ടി വന്ന കോവിൽത്തോട്ടം സെന്റ് ഗ്രിഗോറിയസ് സ്കൂളിന്റെ നിർമ്മാണം മാനേജ്മെന്റുമായി കൂടിയാലോചിച്ച് ഉടൻ തീരുമാനിക്കും. ചുറ്റൂർ പ്രശ്നം പരിഹരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA അധ്യക്ഷനായിരുന്നു. KMML MD P പ്രദീപ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, BPT എക്സിക്യൂട്ടീവ് ചെയർമാൻ K അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.